രാജ്യസഭയിൽ അംഗമായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇത്തവണ കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായി. കാഞ്ഞിരപ്പള്ളിയിൽ BJP സ്ഥാനാർത്ഥിയാകും എന്നാണ് പറഞ്ഞിരുന്നത്. മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ ദേശീയ നേതൃത്വം ജോർജ് കുര്യന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ BJPക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അൽഫോൺസ് കണ്ണന്താനമായിരുന്നു അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നത്. ഇത്തവണ കാഞ്ഞിരപ്പള്ളിയിൽ മികച്ച സാഹചര്യമാണെന്ന് BJPയുടെ കണക്കുകൂട്ടലുണ്ട്. കോട്ടയത്തെ കാണക്കാരി സ്വദേശിയാണ് ജോർജ് കുര്യൻ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. ഏപ്രിലിൽ ഒഴിവ് വരുന്ന മധ്യപ്രദേശിലെ 3 രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് ജോർജ് കുര്യന്റേതാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു നേരത്തെ കുര്യൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. കുര്യനെ BJP വീണ്ടും രാജ്യസഭയിലേക്ക് പരിഗണിക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അദ്ദേഹത്തെ നിയമസഭയിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറെടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ചില സൂചനകൾ ശരിയാണെങ്കിൽ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ വിജയിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. നിയമസഭാ ഇലക്ഷനിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കാൻ അന്തരിച്ച മുൻ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ താൽപര്യം അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറിയം ഉമ്മനോട് സംസ്ഥാന നേതാക്കൾ സംസാരിച്ചെന്നാണ് റിപ്പോർട്ട്. AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മറിയം ഉമ്മനുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ സഭാ സമുദായ നേതാക്കൾക്ക് താൻ മത്സരിക്കുന്നതിൽ സന്തോഷമാണെന്നാണ് മറിയം ഉമ്മൻ ഈ നേതാക്കളെ അറിയിച്ചത്. അതേസമയം ജില്ലയിൽ ഒരു കുടുംബത്തിലെ 2 പേർ സ്ഥാനാർത്ഥിയാകുന്നതിലെ പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യും. മറിയം മത്സരിക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിലും ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. കാഞ്ഞിരപ്പള്ളിയിൽ നിരവധി പേരുകൾ പരിഗണനയിൽ ഉള്ള പശ്ചാത്തലത്തിൽ മറിയം ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ ഒരു തീരുമാനമെടുക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. എന്നാൽ മറിയം ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കാഞ്ഞിരപ്പള്ളിയിലെ UDFൽ ചില എതിർപ്പുകളുമുണ്ട്. സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിച്ചാൽ അംഗീകരിക്കേണ്ട എന്ന നിലപാടിലാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കൾ. മറിയം ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ തന്നെ കോട്ടയം DCC ശുപാർശ ചെയ്തിരുന്നു. മറിയം മത്സരിക്കുന്നത് വിജയം ഉറപ്പാക്കുമെന്നാണ് DCCയുടെ വിലയിരുത്തൽ. കാഞ്ഞിരപ്പള്ളി ലഭിച്ചില്ലെങ്കിൽ ചെങ്ങന്നൂരോ അല്ലെങ്കിൽ ആറന്മുളയോ നൽകണമെന്ന ആവശ്യവുമുണ്ട്. എന്നാൽ സഹോദരിയായ അച്ചു ഉമ്മനും മറിയം ഉമ്മനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോൾ മറിയം ഉമ്മൻ തന്നെ താല്പര്യം അറിയിച്ചതോടെ അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരരംഗത്തേക്ക് എത്തിയാൽ UDFന് കൂടുതൽ ഉണർവ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി നേതാക്കളും അണികളും. മധ്യകേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ശക്തമായ സീറോ മലബാർ വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ 3 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികളെ അണിനിരത്തുക എന്നാണ് സൂചന. ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലും തൊട്ടടുത്ത മണ്ഡലങ്ങളായ പൂഞ്ഞാറിൽ PC ജോർജും പാലയിൽ ഷോൺ ജോർജും എന്നിവരും മത്സരിക്കുന്നതോടെ 3 താമര വിരിയുമെന്ന വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത്. മുൻ കോൺഗ്രസ് നേതാവായിരുന്ന കാഞ്ഞിരപ്പള്ളി MLA ജോർജ് മാത്യു അടക്കമുള്ള പ്രമുഖർ NDA മുന്നണിയിലെത്തിയതും ഈ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ മറിയം ഉമ്മന്റെ വരവോടെ കാഞ്ഞിരപ്പള്ളിയിലെ NDAയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ്.